ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഗോലിയുണ്ടയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമ്മൾ ആ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഉഴുന്നിട്ട് കൊടുത്താൽ മതി. അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒന്നര കപ്പ് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1.5 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. കറക്റ്റ് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരിപ്പൊടി ഇട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ കുറച്ചതിന് ശേഷം നമുക്ക് ഈ അരിപ്പൊടി അതിനകത്തേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അരിപ്പൊടിക്ക് പലതും പല വെള്ളത്തിൻ്റെ അളവിലും മാറ്റം വരും. അപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ നമുക്കിതെല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇത് ഞാൻ ചെറിയ ഗോലിയുടെ വലുപ്പത്തിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാവ് മൊത്തം നമുക്ക് ഇതിനക്ക് ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലിക്കുട്ടത്തിലോട്ട് വെച്ച് ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ തട്ടിനകത്തോട്ട് വെച്ച് വേവിച്ചെടുക്കാം. ഈ ചെമ്പിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വരുന്ന ഈ ഒരു തട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് കുറേശ്ശെ പറക്കി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഒരു 10 മിനിറ്റ് വെന്ത് വരണം. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ നമുക്കിതെല്ലാം അതിനകത്തോട്ടൊന്ന് പറക്കി വെച്ച് 10 മിനിറ്റ് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി ഒരു 10 മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഗോലി ഉണ്ടാക്കി ഞാനൊരു ചെറിയ മസാലയും കൂടെ കൊടുത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗോലി ഉണ്ടാക്കി മസാല ഇല്ലാതെ നമുക്കത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിന് ഒരു പ്രത്യേകം മസാലയും കൂടെ ചേർത്താണ് ഞാൻ ഈ ഗോലി ഉണ്ട ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു സവാള പൊടിയായിട്ട് അതിനും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഉള്ളി ഒന്ന് വാടി വരാണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്.
മാവിന് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടാണ് നമ്മൾ ഗോലുണ്ട തയ്യാറാക്കിയേക്കുന്നത്. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടേക്കുന്നത്. ഞാൻ ഗരം മസാല അല്ല, പെരിഞ്ജീരകം മാത്രം പൊടിച്ച പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് നമുക്ക് 1 തക്കാളി പൊടിയായിട്ട് അരിയും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ച മണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ തക്കാളിയുടെ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 പിടി മല്ലിച്ചീരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ശകലം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. നമുക്കിതിൻ്റെ ഉപ്പും പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 സ്പൂൺ പഞ്ചസാര കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. തീയൊന്ന് കുറച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടി. അപ്പം നമ്മൾ 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്ത ഗോലുണ്ട റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മസാല ഇതിനകത്ത് ഒന്ന് പൊതിഞ്ഞ് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളുടെ രുചികരമായ ഗോലുണ്ട റെഡിയായി കഴിഞ്ഞു. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.